ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഐക്യയുടെ ഔട്ട്ലെറ്റിൽ വന്നിരുന്നു. അപ്പോൾ നമ്മൾ ഐക്യയിൽ കയറിയില്ല. നമ്മൾ പുറത്ത് നിന്നിട്ട് വേറെ കുറച്ച് ഷോപ്പുകൾ മുകളിൽ കയറിയിട്ട് വേറെ കുറച്ച് ഷോപ്പുകളും കാര്യങ്ങളും ഒക്കെയാണ് കണ്ടത്. ഇന്ന് നമ്മൾ ഐക്യയുടെ ഉള്ളിലോട്ട് വന്നതാണ്. ഇന്ന് നമ്മുടെ കൂടെ ബ്രദറും ഫാമിലിയും ഉണ്ട്. അപ്പം നേരെ നമുക്ക് വീഡിയോസിലോട്ട് പോവാം. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമ്മൾ ഈവനിങ് 7 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതാ നമുക്ക് അടുത്തുള്ള പള്ളിയാണ് ഈ കാണുന്നത്. അപ്പോൾ എനിക്ക് മിനാരങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് അടുത്ത് തന്നെയാണ് ഐക്യയുടെ ഔട്ട്ലെറ്റ് ഉള്ളത്. നമ്മുടെ കൂടെ നിന്ന് ബ്രോയും ഫാമിലിയും ഉണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഐക്യയുടെ ഔട്ട്ലെറ്റിൽ വന്നപ്പോൾ ബ്രോയും ഫാമിലി ഇല്ലായിരുന്നു. അപ്പം നമ്മൾ കൂട്ടിക്കൊണ്ട് വരാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ നമ്മൾ നേരെ ലിഫ്റ്റൊക്കെ കയറിയിട്ട് മുകളിലോട്ട് പോവാണ്. അപ്പം നാത്തൂൻ ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിച്ചിട്ട് ഇരിക്കുമായിരുന്നു ലിഫ്റ്റിൽ. അപ്പോൾ അവിടെ കയറിപ്പോയപ്പോഴേ നാത്തൂൻ പറഞ്ഞ് ഷോട്ടൊക്കെ എടുക്കാമല്ലോ, ഇയാൾക്ക് നല്ലതാണല്ലോ, നല്ലൊരു മാളാണല്ലോ, നല്ല ഭംഗിയുണ്ട് കാണാനെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ട് പോവാണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മോളിൻ്റെ. പിന്നെ ഐക്യയുടെ ഔട്ട്ലെറ്റിൽ മാത്രം നമ്മൾ കയറിയില്ല. അപ്പോൾ കയറിപ്പോയപ്പോൾ തന്നെ ഇങ്ങനെ ഫ്ലവർ വൈസും ആ പോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു. പിന്നെ ഇതാ ഇങ്ങനെ കുറേ ക്യാൻഡിൽസും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്. പിന്നെ ഐക്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഐക്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ ഹോം ഫർണിഷിംഗ് സ്റ്റോറാണ് കേട്ടോ. അപ്പം വലിയൊരു സ്റ്റോർ തന്നെയാണ്. നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ടുന്ന ഫർണിച്ചർ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടും. ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂർ, മുംബൈ, ഹൈദരാബാദ് ഈ 3 സ്ഥലങ്ങളിലാണ് ഐക്യ ഔട്ട്ലെറ്റ് ഉള്ളത്. ഈ ഒരു ഫ്ലവർ വൈസ് കണ്ടോ, ഈ ഓരോ ഫ്ലവറിൻ്റെ സ്റ്റെമ്മിനാണ് അവർ വില ഇട്ടിരിക്കുന്നത്. പിന്നെ വെയ്സിനും ഒക്കെ സെപ്പറേറ്റ് ഇട്ടാണ് വില കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മാസത്തിൽ കൂടുതലായിട്ടുണ്ട് ഈ വീഡിയോ എടുത്തു വെച്ചിട്ട്. എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒന്നും യാതൊരു മൂഡും ഇല്ലായിരുന്നു. നമ്മുടെ നാട്ടിലെ വയനാട്ടിലെ ഇഷ്യൂസൊക്കെ കണ്ടിട്ട് ആകെ ഡൗൺ ആയിട്ടിരിക്കുമായിരുന്നു. വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കും കഷ്ടതകൾ അനുഭവിക്കുന്നവർക്കും എല്ലാവർക്കും വേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ലിഹാമാവയുടെ കവിളൊക്കെ അങ്ങ് ചുവന്ന് ചൂട് കാരണം ബ്ലഷ് ഇട്ടതുപോലെ ആയി അവൻ്റെ മുഖം. ഒരു കിച്ചൺ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് അടിപൊളിയായിട്ട് അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ ഫോൺസിൻ്റെ എന്താ പറയുന്നത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സും പിന്നെ ഇങ്ങനെ കുറേ ബോട്ടിൽസും പിന്നെ സ്റ്റീലിൻ്റെ കുക്ക്വെയർ സെറ്റും എല്ലാം വെച്ച് നല്ല എങ്ങനെയൊക്കെയാണ് നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ ലിഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ ഓയിൽ ക്യാനുകളാണ്, എല്ലാം ഗ്ലാസിൻ്റെ ാണ്. അപ്പോൾ പല പല വലിപ്പത്തിലുള്ള സംഭവങ്ങളാണ്. എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കും നമ്മുടെ കിച്ചൺ നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയാസ് കിട്ടും. പിന്നെ അരിയും വെജിറ്റബിൾസും ഒക്കെ സീവ് ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ പൈപ്പ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി, ആ ടാപ്പ്. പിന്നെ ആണെങ്കിൽ ഇങ്ങനെ കിച്ചൺ ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്താൽ. പിന്നെ ഈ ഒരു സ്റ്റൂള് കണ്ടോ, അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ഹൈറ്റൊക്കെ ഇല്ലാത്തവർക്കാണെങ്കിൽ പെട്ടെന്നൊക്കെ എന്തെങ്കിലും ഹൈറ്റിലിരിക്കുവാണെങ്കിൽ അതൊക്കെ എടുക്കാനായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാലോ എന്ന് ഓർക്കും. പിന്നെ ഇത് റൈസ് അങ്ങനെയൊക്കെ ഇട്ട് വെക്കുന്ന വലിയ വലിയ ക്യാനുകളാണ്. ഇത് ഡെക്കറേറ്റ് ഇച്ചിരി കൂടുതലായതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഈ ബോട്ടിൽസൊക്കെ ഈ ഒരു ഭരണികളുണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ബ്ലാക്കും വുഡനും ആയിട്ട് വരുന്ന സംഭവങ്ങളൊക്കെ എനിക്കിഷ്ടപ്പെട്ടു. ഷുഗറും സാൾട്ടും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന, പിന്നെ ഇതും ഷുഗറും സാൾട്ടും എല്ലാം ഇട്ട് വെക്കാൻ പറ്റുന്ന കുറേ ജാറുകളാണ്. ഇതും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ നമ്മൾ വന്നത് കിഡ്സിൻ്റെ ഒരു റൂം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഈ ക്ലൗഡിൻ്റെയൊക്കെ ഷേപ്പിൽ ഇങ്ങനെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ കേട്ടോ. ഒത്തിരി ഇഷ്ടപ്പെട്ട് ഈ കിഡ്സിൻ്റെ ആ ഒരു റൂം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയിൽ അവരിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഓക്ടോപ്പസിൻ്റെയും അങ്ങനെ കുറേ സോഫ്റ്റ് ടോയ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഈ കളർഫുൾ ആകുമ്പോൾ അവർക്കും ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ട് അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ബ്ലാങ്കറ്റാണ് കണ്ടത്. ബ്ലാങ്കറ്റ് 1 KD സംതിങ് ആണ്. പക്ഷെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ഞാൻ വിചാരിച്ചു തിരിച്ചു വരുമ്പോൾ എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നതാണ്, പക്ഷേ മറന്നുപോയി. നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ കിഡ്സിൻ്റെ ഈ ബ്ലാങ്കറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല മെറ്റീരിയലാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഈ ഫ്ലാസ്കും ഞാൻ എടുക്കണമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇതും പറ്റിയില്ല, മറന്നുപോയി. ഇനി പോകുമ്പോൾ കാണുവാണെങ്കിൽ എടുക്കണം ഇൻഷാ അല്ലാ. ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇതും 1 KD സംതിങ് എന്തോ ഉള്ളൂ. പിന്നെ അവിടെ കുറേ ബിസ്ക്കറ്റും അങ്ങനത്തെ കഴിക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു ടൈപ്പ് ബിസ്ക്കറ്റ്. അപ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കുമായിരുന്നു ഞാൻ. പിന്നെ നമ്മൾ ബെഡ്റൂമൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളൊരു എനിക്ക് ആദ്യം തന്നെ കണ്ണിലുടക്കിയത് ആ കംഫർട്ടാണ്. നല്ല ഭംഗിയുണ്ട്. ഒരു നേവി ബ്ലൂവിനകത്ത് ഫ്ലവറൊക്കെ വരുന്ന ഒരു ടൈപ്പ് കംഫർട്ടർ.
പിന്നെ ദാ ഒരു ബെഡ് ടേബിളിനകത്ത് നല്ലതായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പെർഫ്യൂമും ലോഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ കൂടുതലും അവിടെ എനിക്ക് നല്ല ഭംഗിയായിട്ടും അട്രാക്റ്റീവായിട്ടും തോന്നിയത് കുറേ ഫോട്ടോ ഫ്രെയിമുകളാണ്. ഈ ഒരു ഫോട്ടോ ഫ്രെയിം കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബേബീസിൻ്റെ ഷൂസ് പിടിച്ചിട്ടുള്ളൊരു ഫോട്ടോ. പിന്നെ ഒരു ഡിജിറ്റൽ എന്താ പറയുന്നത് ഒരു ക്ലോക്കും അങ്ങനെയൊക്കെ അതൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബെഡ് ലാമ്പും അങ്ങനെയൊക്കെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെയും ഒരു ബെഡ് ടേബിളും പിന്നെ ഹാങ് ചെയ്യുന്ന നമ്മുടെ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തൊരു സംഭവം എല്ലാം കൂടെ അതൊരു ഹൈലൈറ്റ് വോളാണ്. പിന്നെ ഇതൊരു എന്താ പറയുന്ന ഒരു വാർഡ്രോബ് പോലെ ഇതും അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബേബീസിനെയൊക്കെ കിടത്താൻ പറ്റിയൊരു ബേബി ബെഡുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക ഡ്രസ്സിങ് ടേബിളും അതിന് അടിപൊളിയായിട്ടുള്ളൊരു മിററും ഒക്കെ ആയിട്ട് 2 മിററുണ്ട് കേട്ടോ. 2 മിററും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹൈലൈറ്റ് വോള് നമ്മൾ വിൻഡോയിൽ കൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ ഈ സാധനങ്ങളെല്ലാം പുറത്തുള്ളത് പോലെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ. എനിക്കങ്ങനെയാണ് തോന്നിയത് കേട്ടോ. അത് നല്ല ഭംഗിയിൽ എനിക്ക് എന്താ പറയുന്നത് തോന്നി. പിന്നെ നല്ല ഹാങ്ങിങ് ലൈറ്റ്സ് ഉണ്ട് കേട്ടോ. എനിക്ക് കുറേ ഹാങ്ങിങ് ലൈറ്റ്സ് അവിടെ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് കണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അവേഴ്സോണിൻ്റെ ഒരു സംഭവമില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ കുറേ കണ്ടോ ഹാങ്ങിങ് ലൈറ്റ്സാണ് എനിക്ക് കുറേ അട്രാക്റ്റീവായിട്ട് തോന്നിയത്. ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല നല്ല വെറൈറ്റിയിലുള്ളത്. പിന്നെ ഇതൊരു ചെറിയൊരു ഹോളും അതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് അവർ നല്ലതായിട്ടത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും പിന്നെ ലിവിങ് സ്പേസും എല്ലാം നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കതും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചെറിയ ഹോളുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് നല്ല യൂസ്ഫുള്ളായിരിക്കും ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. എല്ലാം അവിടെ എന്താ പറയുന്നത് ഉണ്ട്, എന്നാൽ സ്പേസും ഒരുപാട് പോയിട്ടുമില്ല. അങ്ങനെ ഉള്ള രീതിയിൽ TV യൂണിറ്റും കാര്യങ്ങളും എല്ലാമായിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രീം ആൻഡ് മെറൂൺ ഒരു തീമിൽ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ സോഫ സെറ്റിക്ക് കവറുകൾ വേണമെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട കളറുകളും പിന്നെ ക്ലോത്തും അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്തു തരുന്ന രീതിയിലാണ് അവിടെ എന്താ പറയുന്നത് വെച്ചിരിക്കുന്നത്. പിന്നെ കണ്ടോ, ഇതൊക്കെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് ഭയങ്കരമായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരുപാട് വെറൈറ്റിയിലുണ്ട് ഹാങ്ങിങ് ലൈറ്റ്സ്. ഈ വീട് പണിയൊക്കെ നടക്കുന്നവർക്ക് നോക്കുകയാണെങ്കിൽ ഐക്കായിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല വെറൈറ്റിയിൽ കിട്ടും കേട്ടോ. ഇതാണെങ്കിൽ പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള ഒരു ലിവിങ് സ്പേസാണ്. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ അവർക്ക് അത് എന്താ പറയുന്ന ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇത് കണ്ടോ, ഒരു ഷോ പീസാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു വീട് എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് ഉള്ള ഫുള്ളൊരു തീം അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ കേട്ടോ. ഇതൊരു ലിവിങ് സ്പേസ്. അതിനകത്ത് തന്നെ നമുക്ക് എന്തെല്ലാം വേണം സ്പേസ് എന്താ പറയുന്നത് അധികം കളയാണ്ട് തന്നെ അവരെങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാമെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. കയറിപ്പോകുമ്പം തന്നെ ഇങ്ങനെ ഒരു ക്ലോക്കും പിന്നെ കുറേ ഫോട്ടോ ഫ്രെയിമും പിന്നെ ഒരു ടേബിളും പിന്നെ ഒരു എന്താ പറയുന്നത് ഒരു ഹൈലൈറ്റ് വോളും പിന്നെ സോഫയും അങ്ങനെ എല്ലാം നല്ല എന്താ പറയുക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ വലിയൊരു മിററും ഈ റൗണ്ട് ഷേപ്പിലുള്ള മിറർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ മൊണോലിസയുടെ ഒരു പിക്കും അങ്ങനെ കുറേ സംഭവങ്ങളും പിന്നെ സെറാമിക്കിൻ്റെ എന്താ പറയുന്നത് പാത്രങ്ങളും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഷെൽഫും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. മിറർ കണ്ടപ്പോൾ പിന്നെ ഒരു വീഡിയോയും ഫോട്ടോ എടുക്കാണ്ട് പോകുന്നത് ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം അതൊക്കെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ എടുക്കുമായിരുന്നു. പിന്നെ ഓപ്പൺ കിച്ചൺ പോലുള്ളൊരു സംഭവമാണ് അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എല്ലായിടത്തും നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. എന്താ പറയുന്നത് കൂടുതലും ഈ ഒരു എന്താ പറയുന്നത് കബോർഡ്സൊക്കെ ആണെങ്കിൽ അടിപൊളിയായിട്ട് കുഞ്ഞുടത്തും അതവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ നിറയെ കബോർഡ്സുകളൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ്, സ്റ്റോറേജ് സ്പേസ് ഉള്ളത് കേട്ടോ. നമുക്കിങ്ങനെ ഒതുക്കി വെക്കാമല്ലോ. പിന്നെ ഈ ഒരു ടൈല് കണ്ടോ, എന്താ പറയുന്നത് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സീബ്ര ക്രോസിങ് പോലുള്ളൊരു ടൈൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ സ്പൂണും കാര്യങ്ങളും ഒക്കെ വെക്കാനായിട്ട് നന്നായിട്ടത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കുഞ്ഞു സ്പേസിലും അവർ അത്രയും ഭാഗത്തും അവരൊരു സ്പേസ് കണ്ടെത്തി. ഈ ഭാഗത്തും ഒക്കെ അവർ എല്ലാം എന്താ പറയുന്നത്
അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും നമുക്ക് വീട് വെക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ചെയ്യാം എന്നുള്ളത്. പിന്നെ അതാ ഈ മിററുള്ളതും ഇതിനകത്തും എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കേട്ടോ. അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മിററും ഉണ്ട്, സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുകയും ചെയ്യും. പിന്നെ ഇതാ ഈ ബോട്ടിൽ പണ്ടേ എനിക്കിഷ്ടമായിരുന്നു, അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ബോട്ടിൽ. ഇവിടെ കൊടുത്തിരിക്കുന്ന ടൈൽസ് എല്ലാം എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ പേസ്റ്റൽ കളർ ടൈലും പിന്നെ ഇതാ വാഷിംഗ് ഏരിയ കണ്ടോ, അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത സംഭവങ്ങളൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാം. ഈ കബോർഡ്സിനകത്താണെങ്കിലും ഒത്തിരി ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. നമുക്ക് കിച്ചണിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ കാണത്തില്ലേ. പിന്നെ ഇതാ ഈ ഒരു വേസ്റ്റ് ബിന്ന് കണ്ടോ, അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഓരോ ഇടത്തും നമുക്ക് കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അവിടെ ഇങ്ങനെ എന്താ പറയുന്നത് വാഷിംഗ് ഏരിയയുടെ ആ ഒരു സാധനങ്ങളെല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. അവിടെ ഇവിടെയായിട്ട് വാരി വലിച്ചിടാൻ പറ്റാത്ത രീതിയിൽ നമ്മൾക്കെല്ലാം ഒതുക്കി പെറുക്കി നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് അവർ കാണിച്ചു തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കും ഒരു വീട് വെക്കുമ്പോഴോ ഒക്കെ നല്ലൊരു ഐഡിയ കിട്ടും. ഇതാ ബെഡ്റൂമിലോട്ട് വരുമ്പോൾ ഇവിടെയും നല്ലതായിട്ടൊരു ഹൈലൈറ്റ് വോള് കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലവറും ഒരു പ്ലാന്റിൻ്റെ ഒരു തീമിൽ. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇങ്ങനെ എന്താ പറയുന്നത് ഡിമ്മായിട്ട് ലൈറ്റൊക്കെ കൊടുത്ത് അപ്പോൾ നമുക്ക് ഉറങ്ങാനൊക്കെ നല്ല സുഖമായിരിക്കുമല്ലോ. അങ്ങനെ ഒരു കളറും ആ ഒരു കളറും അങ്ങനത്തെയാണ്. പിന്നെ കംഫർട്ടറിൻ്റെ കളറും അതെല്ലാം ഒരു ഗ്രീൻ ടച്ച് വരുന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഇവിടെ കുറേ റൗണ്ട് ഷേപ്പിലുള്ള ടീപ്പോസാണ്, അതിൻ്റെ ഒരു കളക്ഷനായിരുന്നു. പിന്നെ ഇതാ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ലിവിങ് സ്പേസ് ഗ്രീൻ ആൻഡ് വൈറ്റ് ടച്ച് വരുന്നത്. അപ്പം അങ്ങനത്തെ തീം ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇതായി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വൈറ്റ് മാത്രമുള്ളൊരു സംഭവമാണ്. പക്ഷെ എനിക്ക് വൈറ്റ് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ നമുക്ക് സെറ്റാവില്ല, പെട്ടെന്ന് അഴുക്കാവും. അപ്പോൾ ഫുള്ള് വൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ലൈറ്റ് കണ്ടോ, പഴയ കാലത്തെ വീടുകളിലൊക്കെ ഇങ്ങനെ ഫിലിമിലൊക്കെ കാണുന്നുണ്ട്. പഴയ ഫിലിമിലൊക്കെ കാണും ഇങ്ങനത്തെ ഒരു ലൈറ്റ്. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു ക്രീം കളറുള്ള ഒരു സെറ്റിയൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് വൈറ്റ് തീമാണ്, നമുക്ക് സെറ്റാവില്ല. പക്ഷേ വൈറ്റ് തീം ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഇവിടെ മിറർ കണ്ടപ്പം അവിടെയും വിട്ടില്ല. പിന്നെ ഇതാ കുറേ ചെയേഴ്സ് കണ്ട്, അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. പിന്നെ ഈ കുഷ്യനൊക്കെ ഭയങ്കര ചീപ്പ് റേറ്റായിരുന്നു. ഇങ്ങനെ പ്ലെയിൻ കുഷ്യൻ വാങ്ങിയിട്ട് നമ്മുടെ സോഫയ്ക്കും അല്ലെങ്കിൽ നമുക്ക് ഉള്ളൊരു കളറിൻ്റെ അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് പിന്നീട് തോന്നി ഇങ്ങനെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു ഞാനും. പിന്നെ ഇതാ ഇങ്ങനെ ഈ ഒരു കുറേ കുഷ്യൻ ടൈപ്പ് ചെയേഴ്സുകൾ, അപ്പോൾ എനിക്ക് ഈ ഗ്രീനും യെല്ലോയും റെഡും ഓറഞ്ച് കളറും ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നോക്കി കണ്ട് ആസ്വദിച്ചിട്ട് ഞാനിഞ്ഞ് വന്നു. പിന്നെ ഞാനവിടെ കണ്ടത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ചെയറാണ്. ഈ ചെയർ കാണുമ്പോൾ നമ്മുടെ പഴയ കുറേ മെമ്മറീസ് നമുക്ക് ഓർമ്മ വരും. ഇത് കാണുമ്പോൾ എൻ്റെ ബ്രദറിനെയാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. അവനിങ്ങനെ ഈ ചെയറിനകത്തിരുന്നിട്ടൊരു ഫോട്ടോ ഉണ്ട്. പിന്നെ ഇതാ ഇങ്ങോട്ട് വരുമ്പോൾ കുറേ ലൈറ്റ്സുകൾ, ഇത് കോമൺ ആയിട്ട് കാണുന്ന ലൈറ്റാണ്, പക്ഷെ എന്തെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു പിങ്ക് ആൻഡ് ഗ്രീൻ കളറിലെ കോംബോ ഉള്ളൊരു ലിവിങ് സ്പേസ് ആയിരുന്നു. അവിടെയും നല്ലതായിട്ട് പിന്നെ എന്താ പറയുന്നത് ഈ ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് കണ്ടത് ഈ ഒരു ടീപ്പോ ആണ് കേട്ടോ. ഞാൻ ഇത് അധികം എങ്ങും കണ്ടിട്ടില്ല, ഞാൻ ഇവിടെയാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. നല്ല ഭംഗിയുണ്ട്, 2 ലെയറായിട്ട് ഒരു ലീഫ്സിൻ്റെ ഷേപ്പ് പോലാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആ കപ്പും നമ്മൾ പഴയ കാലത്തൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന കപ്പ് പോലെ തോന്നി എനിക്ക് ആ സെറാമിക്കിൻ്റെ. പിന്നെ ഇതാ ഈ ഒരു കബോർഡ് നിറയും കളർഫുള്ളായിട്ടുള്ള കുറേ ജാറുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഡെക്കറേറ്റീവ് പീസായിട്ട് എനിക്ക് തോന്നി. ഈ ഹാങ്ങിങ് ലൈറ്റും ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ ഇതാ ഇങ്ങോട്ട് വരുമ്പം പിന്നെ കുറേ ഓഫീസ് പർപ്പസിനായിട്ടുള്ള കുറേ ഫർണിച്ചറുകളാണ്. അത് പിന്നെ ഞാൻ അങ്ങനെ നിന്നില്ല. പിന്നെ ഇത് കോമൺ ആയിട്ട് കാണുന്ന ഈ ഒരു ലൈറ്റ്സ്, അതും കുറച്ച് ഭംഗിയിൽ എനിക്ക് തോന്നി. ഈ ഹാങ്ങിങ് ലൈറ്റൊക്കെ ട്രെൻഡ് ആവുന്നതിന് മുന്നേ ഇതായിരുന്നെന്ന് തോന്നുന്നു ഫസ്റ്റ് ടൈം ഞാനൊക്കെ കണ്ടിട്ട് ഉള്ളത്. പിന്നെ അവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കുറേ ഷെൽഫ്സുകൾ കൊടുത്തിട്ടുണ്ട്, നമുക്കിങ്ങനെ സെപ്പറേറ്റ് വാങ്ങി വെക്കാവുന്ന രീതിയിൽ കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഞാനിങ്ങനെ കണ്ടങ്ങ് പോയതേ ഉള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ടയേർഡായി, നമ്മളങ്ങാകെ കുഞ്ഞുങ്ങളും അങ്ങ് അലമ്പായി തുടങ്ങിയിരുന്നു. ഇതൊക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ളൊരു സംഭവം, ട്രേയും ഒരു ഫ്ലവർ വേസും ഒരു ജഗ്ഗും എല്ലാം കൂടെ, അതും എനിക്ക് നല്ല ഭംഗിയിൽ തോന്നിയിരുന്നു. നമുക്കിതെല്ലാം എക്സ്ട്രാ നമുക്ക് ഷെൽഫ്സ് വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന പീസായിട്ട് നമുക്ക് അവിടെ കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അതെല്ലാം കുറേ പീസസ് ആയിട്ട് അവിടെ ഇരിക്കുന്ന കണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് ലെങ്തി ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. ഇതിൻ്റെ ഹാങ്ങിങ് ലൈറ്റ്സും പിന്നെ എന്താ പറയുന്നത് ആ ഒരു ലെങ്തി ആ ഒരു സ്പേസും ഒക്കെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. പിന്നെ കുറേയും കൂടി എനിക്ക് തോന്നിയത് ആ ഒരു വാൾ മിററാണ്, നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നമുക്ക് ഗെറ്റ് ടുഗദറൊക്കെ വരുവാണെങ്കിൽ ഫാമിലി ഗെറ്റ് ടുഗദറും മീറ്റിങ്സും അങ്ങനെയൊക്കെയുള്ള ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദറൊക്കെ വരുവാണെങ്കിലും ഇങ്ങനൊരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമാവും. എന്താ പറയുക, ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു ടൈം നമുക്ക് എളുപ്പമാവും. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക, ട്രിപ്പായിട്ട് നമുക്ക് ചെയ്യുന്നതിന് പകരം ഒറ്റ രീതിയിലങ്ങ് പോവാം. ഇവിടെയും കോമൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്താ പറയുന്നത് ഒരു കോമൺ ലൈറ്റ്സ് ആണ്. പിന്നെ വാഷിംഗ് ഏരിയ, ഇതും ഒരു വെറൈറ്റി ആയിട്ട് തോന്നി. ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു മിററും. ഇപ്പോഴത്തേക്ക് എനിക്ക് ഐസൂട്ടന് അലമ്പായി വന്നു. പിന്നെ എൻ്റെ കൈ കയറി ഇരുന്നിട്ട് അവന് കരച്ചിലും നിർബന്ധവും ഒക്കെ ആയിട്ടായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കട്ട്ലറി സെറ്റുകളാണ്. നല്ല ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരു സെറ്റ് എടുത്തായിരുന്നു. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പം നമ്മൾ ഡൈനിങ് ടേബിൾസ് അങ്ങനത്തെയൊക്കെ കുറേ ഐറ്റംസാണ് നമ്മൾ കണ്ടത്. അതൊന്നും ഞാനിങ്ങനെ നോക്കി വിട്ടതേ ഉള്ളൂ. പിന്നെ ഈ കപ്പ് കാണുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അവളുടെ മോൻ്റെ ബർത്ത്ഡേക്ക് നമുക്ക് റിട്ടേൺ ഗിഫ്റ്റായിട്ട് തന്നതായിരുന്നു അന്ന്. ഇപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട് ആ ഒരു കപ്പ്. പിന്നെ വൈറ്റ് തീമിലുള്ള ഒരു ഡൈനിങ് ഏരിയയും ഓപ്പൺ കിച്ചണും ഒക്കെ ആയിട്ടാണ് ഒരു ഏരിയയാണ് നമ്മൾ കണ്ടത്. അത് നല്ല ഭംഗിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഒരു പാമൊക്കെ ആയിട്ട് ഒറിജിനലാണ് ഈ പാമ്പ് കേട്ടോ. അതും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഒരു സ്പേസ് നമ്മുടെ ട്രാൻസ്പെറൻറ്റ് ചെയേഴ്സുകൾ, അതും എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനെ സ്റ്റീലിൻ്റെ കുക്ക്വെയർ സെറ്റ്, അത് കണ്ടപ്പോഴും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇത്തിരി റേറ്റ് കൂടുതലാണ്. പക്ഷേ നമ്മളിപ്പോൾ സ്റ്റീലിനകത്തൊക്കെ കുക്ക് ചെയ്ത് കഴിക്കണമെന്നല്ലേ പറയുന്നത്. അപ്പോൾ അത് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ഓരോന്നിനും ഓരോ റേറ്റാണ്, മൂന്നും കൂടെ അല്ല, ഓരോന്നിനും ഒരു സെപ്പറേറ്റ് റേറ്റായിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. വുഡൻ ആൻഡ് ബാംബു ആ മെറ്റീരിയലിൽ കൊടുത്തിരിക്കുന്ന കുറേ ഐറ്റംസ് കണ്ടു. പിന്നെ ഇതും ഒരു ചെറിയൊരു ലെങ്തി കിച്ചനായിട്ട് തോന്നിക്കുന്ന രീതിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാഷ് ബേസണാണത്. അങ്ങനെ പിന്നെ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റും പാനും കാര്യങ്ങളും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു സൈഡിൽ ഫുള്ള് കബോർഡ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഉണ്ട്. ഇത് ഓപ്പൺ കബോർഡും മറ്റത് ക്ലോസ്ഡും ആണ്. പിന്നെ നമ്മൾ കണ്ടത് ഓപ്പൺ കിച്ചനാണ്. ഡൈനിങ് ഏരിയ കം കിച്ചനായിട്ട് വരുന്ന ഒരിത്. ഇതിനകത്തെല്ലാം എന്താ പറയുന്നത്, ഡൈനിങ് ഏരിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിലെല്ലാം സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താ പറയുന്നത്, 2 യൂസും നമുക്ക് നടക്കും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കട്ടിംഗ് ബോർഡുകളാണ് 3 പീസസ് ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതെല്ലാം ഇങ്ങനെ ടയേർഡായത് കാരണം വേഗം കണ്ട് വന്നതായിരുന്നു. പിന്നെ കുറേ ടാപ്പുകളും കാര്യങ്ങളും ഒക്കെ കണ്ടു. നമ്മൾ ഈ ഒരു കോപ്പർ കളറിലുള്ള സംഭവം കണ്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ ജാറുകൾ, ഇതും നല്ല ഓഫറിലായിരുന്നു കേട്ടോ. അതെനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും ഇതൊക്കെ മിസ് ചെയ്തു. ഇതൊന്നും എടുത്തില്ല. ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ എടുക്കാൻ പറ്റില്ല. അതായത് ഇതൊരു വുഡൻ ബൗള് പോലെ, ഇതും ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് വന്നിരിക്കുവാണ്. ഇതും എനിക്ക് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് എടുത്തില്ല. നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി എനിക്ക്. ഞാൻ മിസ് ചെയ്ത കൂട്ടത്തിലുള്ളതാണ് ഈ ഒരു ഫ്ലാസ്കും. ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ബെഡ്റൂമിൻ്റെ ഐറ്റംസാണ്. ബെഡ്ഷീറ്റും ബെഡും അങ്ങനെയൊക്കെയുള്ള കംഫർട്ടർ ഐറ്റംസും ആയിരുന്നു. അതുമൊക്കെ ഞാനിങ്ങനെ നോക്കി വിട്ടതേ ഉള്ളൂ. പിന്നെ സീവ് ചെയ്യാനുള്ള കിച്ചണിലെ കുഞ്ഞു നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് ആവശ്യമുള്ള കുറേ കുഞ്ഞു സാധനങ്ങളുണ്ടായിരുന്നു. അതുമൊക്കെ ഞാനിങ്ങനെ നോക്കി വിട്ടതേ ഉള്ളൂ. പിന്നെ ഈ ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്ക് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് വെക്കുന്ന ടേബിളുകളും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ശരിക്കും മിസ് ചെയ്തു. അപ്പോഴേക്കും എനിക്കങ്ങ് മൈൻഡും ഓഫായി പോയായിരുന്നു. മോനും ഭയങ്കര കരച്ചിലും പിന്നെ ആകെ ടയേർഡുമായി. പിന്നെ എങ്ങനെയെങ്കിലും ഇങ്ങ് വന്നാൽ മതി എന്നുള്ളൊരു രീതിയിലായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാൻ ഇനിയും പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കിച്ചൺ ഐറ്റംസ് കുറേ ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഈ ബ്രഷൊക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പീഡിലാണ് ഞാൻ വീഡിയോ എടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ കണ്ടു നോക്കുമ്പോഴാണ് പല ഐറ്റംസും ഞാൻ കാണുന്നത് തന്നെ കേട്ടോ. അങ്ങനെ കുറേ ഇങ്ങനെ സ്പീഡിലെടുത്തത് കാരണം അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് കാണാനേ പറ്റിയില്ല. പിന്നെ കുഞ്ഞൊരു വേസ്റ്റ് ബിന്ന് നമ്മുടെ ഈ ഒരു എന്താ പറയുക കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സംഭവമൊക്കെ ഞാൻ പിന്നെ കണ്ടായിരുന്നു. പിന്നെ അടിപൊളിയായിട്ട് ബെഡ്റൂമൊക്കെ ഇങ്ങനെ നെറ്റ് വെച്ച് കവർ ചെയ്തിരിക്കുന്ന ബെഡ്റൂമൊക്കെ, നമ്മൾ സ്വപ്നത്തിലൊക്കെ കാണുന്ന ബെഡ്റൂമുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെയൊക്കെ പോലെ തോന്നി എനിക്ക്. പിന്നെ ഈ ഒരു ഐറ്റംസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തോ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ യൂസ്ഫുള്ളായിട്ടുള്ള എന്തോ സാധനമാണെന്ന് തോന്നി. പിന്നെ ഇങ്ങനെയുള്ള ഹാങ്ങിങ് ആർട്ടിഫിഷ്യൽ പ്ലാന്റുകളും അതിൻ്റെ കുറേ ഐറ്റംസും ഒക്കെ കണ്ടായിരുന്നു. എനിക്ക്
ഇത്രയും നേരം വരെ ഏറ്റവും അവിടെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഈ ഹാങ്ങിങ് ലൈറ്റ്സ് ആണ്. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ കിഡ്സിൻ്റെ ഏരിയയിലോട്ട് വന്ന് കിഡ്സിൻ്റെ ബെഡ്റൂമും കാര്യങ്ങളും ഇപ്പോൾ എനിക്ക് പിന്നെ അതായി ഇഷ്ടപ്പെട്ടെ. അതെന്താ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നറിയാവോ. കളർഫുള്ളാണെങ്കിലും അങ്ങനെയും പിന്നെ അവർക്ക് എന്തൊക്കെ അട്രാക്റ്റീവ് ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് ആ ഒരു രീതിയിലാണ് കിഡ്സിൻ്റെ ഏരിയ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. സൂപ്പർ ബെഡ്ഷീറ്റുകളും കുഷ്യൻസും എന്താ എനിക്ക് അറിയത്തില്ല, കുറേ ഐറ്റംസ് അവിടെ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ മീൽസിൻ്റെ ഏരിയയിലോട്ടാണ് വന്നത്. കുഞ്ഞുങ്ങൾക്ക് ജ്യൂസ് കുടിക്കാൻ പറ്റിയ ഒരു കപ്പാണിത്. പക്ഷെ ഞാൻ ഇവർക്ക് വാങ്ങുകയും ചെയ്ത് ഗിഫ്റ്റ് കിട്ടുകയും ചെയ്തു. പക്ഷെ രണ്ടും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല. ഐക്കയുടെ പ്രൊഡക്റ്റ് അല്ല, വേറെ ആയിരുന്നു. ഇവർക്കത് വലിച്ച് കുടിക്കാൻ പറ്റുന്നേ ഇല്ലായിരുന്നു. പിന്നെ ഹൈ ചെയറും ബെഡുകളും പിന്നെ നമ്മൾ ഇതൊരു സംഭവം വാങ്ങിച്ചു, നമ്മുടെ ടിഫിൻ ബോക്സ് ബൗബോവിൻ്റെ ഷേപ്പിലുള്ളത്. പിന്നെ നമ്മൾ ബ്രദറും ഫാമിലിയും മോന് ലെഹാമോന് ആ ഒരു ടിഫിൻ ബോക്സും വാങ്ങി. പിന്നെ ഇതാ ഇങ്ങനെ കുറേ ഷേപ്പുകളിൽ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അത് കുക്ക് ചെയ്യുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡ്രോയിങ്ങിനും അങ്ങനത്തത് കണ്ടിട്ടുണ്ട്. പിന്നെ ഡ്രോയിങ് ഐറ്റംസാണ് കുറേ ഞാൻ കണ്ടത്. പിന്നെ നമ്മൾ സോഫ്റ്റ് ടോയ്സിൻ്റെ സെക്ഷനിലോട്ടാണ് വന്നത്. ഇത് താണ്ട് ചെറിയതാണെങ്കിലും നല്ല അത്യാവശ്യം നല്ല റേറ്റാണ്. അത് ഒരെണ്ണത്തിന് 2KD എന്തോ വെച്ചിട്ടാണ്. പിന്നെ ഇതാ ഇങ്ങനത്തെ ഈ ഒരു ഡെക്കറേറ്റീവ് പീസാണെന്ന് തോന്നുന്നു. എനിക്കിതെന്താണെന്ന് ഇതുവരെ മനസ്സിലായില്ല. ടോയ്സിനൊക്കെ അത്യാവശ്യം എന്താ പറയുക റേറ്റും ഉണ്ട്, നല്ല കളക്ഷനും ഉണ്ട് കേട്ടോ. പിന്നെ നല്ല ഭംഗിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ആ മെറ്റീരിയലും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ടോയ്സിൻ്റെ. കുഞ്ഞുങ്ങൾ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് പിന്നെ അവരുടെ ഒരു എന്താ പറയുന്നത് ആകാംക്ഷയും പറച്ചിലും ഒക്കെ അല്ലേ, ആന ബൗബോ എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ബഹളമായിരുന്നു. പിന്നെ കുറേ മക്കൾ കുറേ കരച്ചിലൊക്കെ ആയിരുന്നു, വാശിയായിരുന്നു, ഈ ടോയ്സ് വേണമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ കുറേ ഭംഗിയുള്ള കുറേ എന്താ പറയുക ടർട്ടിലും അങ്ങനത്തെയൊക്കെ ബ്ലൂ വെയിലിനെയൊക്കെ കണ്ടു. എനിക്കതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പിന്നെ ഒരു ബൗബോവിനെ വാങ്ങി, ഒരു ഡോഗിനെ വാങ്ങിയായിരുന്നു. എനിക്ക് ആനയൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ആന, എപ്പോഴും പറയും ആന എന്ന് പറഞ്ഞിട്ട്. ആനയെ വാങ്ങിയില്ല, ബൗബോവിനെയാണ് വാങ്ങിയത്. ബൗബോവിനെ ഇഷ്ടമാണ്. പിന്നെ ഇതാ ഈ ലയണിൻ്റെ ഫേസ് കണ്ടോ, ഒരു എന്താ പറയുക ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നില്ല. പിന്നെ പാണ്ട അങ്ങനെയൊക്കെ ഉള്ള കുറേ ഐറ്റംസ്. ഇതിനൊക്കെ 2KD എന്തോ ആണ് ഈ സ്മോൾ സൈസിനൊക്കെ കേട്ടോ. ആ ഏരിയയിൽ നിന്നപ്പോൾ കുഞ്ഞുങ്ങളുടെ സങ്കടവും സന്തോഷവും ഒക്കെ കാണാൻ പറ്റി കേട്ടോ. കുറേ കുഞ്ഞുങ്ങൾ കരച്ചിലും കുറേ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ടോയ്സ് കണ്ടപ്പോൾ. ഇവിടെ നല്ലൊരു ഫുഡ് കോർട്ടുണ്ട് കേട്ടോ. നമ്മളന്ന് അവിടെ നിന്ന് ഫുഡ് കഴിച്ചില്ല. ഇവർ പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും 3 വാവകളും അലമ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല. പിന്നെ നമ്മൾ താഴത്തോട്ട് വന്നിട്ട് പിന്നെ നമ്മൾ സ്റ്റൂളും അങ്ങനത്തുള്ള കിച്ചൺ കുറേ ഐറ്റംസൊക്കെ നോക്കിയായിരുന്നു. ഈ സ്റ്റൂൾ ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ. ഹൈറ്റിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാനൊക്കെ നല്ല എന്താ പറയുന്ന ബലമുള്ളൊരു സ്റ്റൂളാണ്. പിന്നെ ഈ മീൽസിൻ്റെ കുഞ്ഞുങ്ങളുടെ അത് കുറേ സംഭവങ്ങൾ അവിടെ ഇരിക്കുന്ന കണ്ടു. പിന്നെ ഈ പ്ലേറ്റ്സൊക്കെ നമ്മൾ എടുത്തായിരുന്നു, സ്റ്റൂളും എടുത്തായിരുന്നു. ഈ പ്ലേറ്റ്സും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഐക്കയുടെ ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ കുറേ പില്ലോസാണ് കണ്ടത്. പിന്നെ ഇതൊക്കെ ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന കുറേ ബോക്സുകൾ. പിന്നെ അത്യാവശ്യം നല്ല ഒരു ഗ്ലാസ്സാണ്, നല്ല തിക്കായിട്ടുള്ളൊരു ഗ്ലാസ്സാണത്. പിന്നെ ഈ നോൺ സ്റ്റിക്ക് ഏരിയയിൽ ഇങ്ങനെയുള്ള പാനുകളും അവിടെയൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് ഇത് കണ്ടു വിട്ടതേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ വീണ്ടും പോയിട്ട് വീഡിയോ എടുത്ത് കാണിക്കാം. ഇതൊക്കെ കണ്ടോ, ചൂട് തട്ടാണ്ടിരിക്കാൻ നമ്മൾ പാനിൻ്റെ അടിയിലൊക്കെ വെച്ച് കൊടുക്കുന്ന ഐറ്റംസ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്. പിന്നെ ഇങ്ങനെ കുറേ പാനുകളും കാര്യങ്ങളും ഒക്കെ കണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓരോന്നും ഇങ്ങനെ എടുത്ത് കാണിക്കാനൊന്നും എനിക്ക് പറ്റിയില്ല. പിന്നെ CV ചെയ്യുന്നതും ഞാൻ മുന്നേയും കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കുറേ ഓഫറുകളുണ്ടായിരുന്നു. 1KD എന്തോ ആയിരുന്നു. അത് ഗ്രീനും വൈറ്റും അങ്ങനെ 2 കളറിലുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ സ്റ്റീലിൻ്റെ കുറേ ബോട്ടിൽസ്, ഫ്ലാസ്കും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അതും എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നി. പിന്നെ കുറേ പ്ലാസ്റ്റിക് ആൻഡ് ക്രോക്കറി ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, ബോട്ടിൽസ്, നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നതും പിന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതും പിന്നെ പുഡിങ്ങിൻ്റെ ഐറ്റംസും അങ്ങനെ കുറേ ഐറ്റംസാണ് ഇവിടെ എല്ലാം ഉണ്ടായിരുന്നത്. ഇതും ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്ത് പോയതേ ഉള്ളൂ. ഇങ്ങനെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടെയ്നർ സെറ്റുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഐക്കയുടെ എപ്പോഴും അതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഫ്രിഡ്ജിലും സൂക്ഷിക്കാൻ നമുക്ക് നോർമൽ ഒരു ലഞ്ചോ ഒക്കെ പുറത്ത് പോകുമ്പോൾ കൊണ്ടുപോവുകയും ചെയ്യാം. ഗ്ലാസിൻ്റെ ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടായിരുന്നു, കുറേ കണ്ടെയ്നേഴ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുവിട്ടതേ ഉള്ളൂ. പിന്നെ ഇതായി നമ്മുടെ പീലറും ഒക്കെ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. 2 ടൈപ്പ് പീലർ ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഐറ്റംസൊക്കെ ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്, അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഇതായിരുന്നു ഒരു ടൈപ്പ് പീലർ. പിന്നെ അതൊക്കെ ഞാനിങ്ങനെ കണ്ടുവിട്ടു. പിന്നെ ഇനിയും നമുക്ക് പഠിച്ചു വരാമല്ലോ, അതൊക്കെ ഇന്നതാണെന്ന് നമുക്കറിയാമല്ലോ. അങ്ങനെ കുറേ സംഭവങ്ങൾ ഞാൻ കണ്ടു. പിന്നെ കേക്കിൻ്റെ കുറേ ഐറ്റംസും
കപ്പ് കേക്കിൻ്റെ കുറേ മോഡ്സും ഒക്കെ ഞാൻ കണ്ടായിരുന്നു. അതൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ട് ഈ ബേക്കിംഗ് ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഈ പോപ്സിക്കിളിൻ്റെ ആ ഒരു മോൾഡ് എടുത്തായിരുന്നു. പിന്നെ സിട്രസസ് യൂസ് ചെയ്യുന്ന ഐറ്റംസും അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് അവിടെ ഇരുന്നു. പിന്നെ സ്റ്റീലിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും നമ്മുടെ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്ന ഐറ്റംസും അതൊക്കെ കണ്ടായിരുന്നു. പിന്നെ കുറേ ഇതൊന്നും എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, ഇതൊക്കെ ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടു. നമ്മുടെ കപ്പും സ്പൂണും ഒക്കെയുള്ള ആ ഒരു മെഷറിംഗ് കപ്പും മെഷറിംഗ് സ്പൂണും അതൊക്കെ കണ്ടായിരുന്നു. പിന്നെ കടുക്, ജീരകം അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഇട്ട് വെക്കുന്ന കുറേ ബോട്ടിൽസ് കണ്ടായിരുന്നു. അത് കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നതാണ്. റൗണ്ട് ഷേപ്പിലുള്ളതും ലെങ്തി ആയിട്ടുള്ള ബോട്ടിൽസും കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബ്ലാക്ക് കളറിലെ ബൗള്, എനിക്ക് ഡിന്നർ സെറ്റും ബൗളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് കളറിലുള്ളത്. പക്ഷേ ബൗൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. പിന്നെ കുറേ സെറാമിക്കിൻ്റെയും വുഡൻ ഐറ്റംസും കുറേ ബൗൾസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ഇതൊക്കെ എനിക്ക് കുറേ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മുടെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിലെ ആ ഒരു സംഭവം പോലെ ഉണ്ടായിരുന്നു എനിക്കത് കണ്ടിട്ട്. പിന്നെ കുറേ ഇങ്ങനെ എന്താ പറയുക, സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ പ്ലേറ്റ്സും ബൗളും ഒക്കെ ഇതൊക്കെ എനിക്ക് ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയായിട്ട് പറ്റും. ഇതൊക്കെ എന്ന് പറയുന്നത് അടപ്പ് പോലെ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആയിരിക്കും. പിന്നെ കുറേ സെറാമിക്കിന് ഇങ്ങനെ വൈറ്റ് വരുന്ന കുറേ ഐറ്റംസൊക്കെ കണ്ടു. എനിക്ക് വൈറ്റിനോട് അത്ര വലിയൊരു താല്പര്യമില്ല. എനിക്കെപ്പോഴും ബ്ലൂ അല്ലെങ്കിൽ ഡാർക്ക് പർപ്പിള്, ബ്ലാക്ക് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പ്ലേറ്റ്സ് അങ്ങനെ കണ്ടില്ല. ഇതൊക്കെ ചെറിയ പ്ലേറ്റുകളാണ് ഉള്ളതാണെങ്കിലും വലിയ പ്ലേറ്റൊന്നും, നമ്മൾ ചോറ് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലേറ്റ്സ് ഒന്നും ഞാൻ കണ്ടില്ല. ഞാൻ വാങ്ങിയ കുറേ സാധനങ്ങൾ ലാസ്റ്റ് കൊടുത്തേക്കാവേ, കാണണേ. നടന്ന് ആകെ ടയേർഡായി വന്ന് നിൽക്കുവാണ്. കുഞ്ഞുങ്ങളൊക്കെ ആകെ അലമ്പായി, ആകെ എന്താ പറയുന്നത്, കുറേ ഉണ്ടല്ലോ ഐക്യ കാണാൻ. ഇപ്പോൾ കണ്ടാൽ തീരത്തില്ല, കുറേ ഉണ്ട്. നമ്മൾ കിച്ചൺ ഏരിയയിൽ, കിച്ചണിൽ നമ്മൾ പാത്രങ്ങളും അങ്ങനത്തെ ഏരിയയിലോട്ട് വന്നപ്പോൾ നമ്മൾ ആകെ ടയേർഡായിപ്പോൾ. പിന്നെ ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. അപ്പോൾ വേറൊരു ദിവസം വന്ന് ഫുള്ള് കവർ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ എടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ, ടാറ്റാ.